സർ, ഇവിടെ നേരത്തെ രാവിലെ പറഞ്ഞപ്പോൾ PMCയെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. PMCയെ കുറിച്ച് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ പ്രസാദ് പറഞ്ഞപ്പോൾ പറഞ്ഞു, RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെച്ചു നിങ്ങളെന്ന്. സാർ, RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വച്ച വിളക്ക് കൊളുത്തിയ സർക്കാരാണ് നിങ്ങൾ. അത് കൊളുത്തിയതാണ്. നിങ്ങൾ ഒപ്പുവെച്ചു. അതെന്തിനാ? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? സാർ, ഞങ്ങൾ വളരെ കൃത്യമാണ് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ആയപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അതൊന്നും നമ്മൾ വളരേണ്ട ആവശ്യമില്ല സാർ. അതുപോലെ ഞാൻ ചില മറുപടികൾ പറയാം. ഇവിടെ വന്ന മറുപടികൾ ഇപ്പോഴും കേരളത്തിൽ PMC നടപ്പായിട്ടില്ല. ആ PMC നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. എന്തിനാണ് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? അല്ലല്ല, ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോൾ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പം നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ്? നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി, അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്നാ പറഞ്ഞ, മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2. 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തില്ല. ഞാൻ അങ്ങേട്ട് തർക്കത്തിനില്ല. കൊടുത്തില്ല. രാവിലെ സംസാരിച്ചാണ്. അതിൽ നമുക്ക് സംവാദമാകാം, അതിൽ പ്രശ്നമില്ല. ഇതില് ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് NEPയുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PMCയുടെ ഭാഗമായിട്ട് ഒന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാൻ്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് നമുക്ക് കിട്ടാതിരുന്നാൽ നാം പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അതൊഴിവാക്കുന്നതിനാണ് അതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോൾ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അല്ലല്ല, 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചു. അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം ഇതിലൊരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാണ്. ഞങ്ങൾ നടപ്പാക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എൻ്റെ 2ാമത് ചോദ്യം, എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുത്തില്ല 8 മാസമായിട്ട്? 2ഉം ചെയ്തില്ല. ഒപ്പുവെക്കുകയും ചെയ്തു, നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് കത്തും കൊടുത്തില്ല. നിങ്ങളൊരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങളും ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങൾ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചു. ആ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങളുടെ തീരുമാനം എന്താ?
കരിക്കുലം ഫ്രീഡത്തിൽ തൊടാൻ സമ്മതിക്കില്ല. സെലക്ഷൻ ഓഫ് സ്കൂൾസ് ഞങ്ങൾ ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. ആ ഒരു സിലബസിലും തൊടാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും പറഞ്ഞു. പ്ലീസ്